എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10 വർഷത്തെ കണ്ണുനീരും കഷ്ടപ്പാടും തീർന്നുകൊണ്ട് ഇരട്ടി ഭാഗ്യത്തിലൂടെ കടന്നു പോകുന്ന നക്ഷത്രജാതകരെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന സൗഭാഗ്യങ്ങൾ ഇവർക്ക് വളരെ വിലപ്പെട്ട ദിവസങ്ങളാണ് വരുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് ജൂൺ മാസത്തിലെ നക്ഷത്രഫലം എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം. വരും മാസത്തിൽ ഈശ്വരാനുഗ്രഹം കാണുന്നുണ്ട്. ഗുരുവിൻ്റെയും സർപ്പത്തിൻ്റെയും ബുധൻ്റെയും അനുഗ്രഹം ഇവർക്ക് വളരെ ഗുണം ചെയ്യുന്ന സമയമാണ്. വാഹനം വാങ്ങാനും ഗൃഹം നന്നാക്കാനും സർക്കാർ സർവീസിൽ പ്രമോഷൻ ലഭിക്കാനും സാധ്യതയുണ്ട്. ചിലവുകൾ കൂടുമെങ്കിലും അത് നിയന്ത്രിക്കാനും കഴിയും. വൈറൽ പനി, അലർജി, രക്തരോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളൊരു സമയമാണ് വരുന്നത്. ആരോഗ്യകാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പൊതുവെ സമയം ഉത്തമം. സൂര്യബുധ ബന്ധം ഉള്ളതുകൊണ്ട് തൊഴിലിൽ താങ്ങും തണലും ലഭിക്കാൻ ഭാഗ്യം കാണുന്നുണ്ട്. തർക്കങ്ങളും വഴക്കുകളും വരുമെങ്കിലും അത് മറ്റുള്ള ആളുടെ ഇടപെടൽ മൂലം പരിഹരിക്കും. ശുക്ര, ശനി, ചൊവ്വ ദൃഷ്ടി യാത്രകളിൽ കൂടുതൽ ഗുണങ്ങൾ സമ്മാനിക്കും. സന്താന ഭാഗ്യം, ആയുസ്, രോഗമുക്തി, കടമുക്തി എന്നിവയ്ക്കെല്ലാം ഏറെ ആശ്വാസമുള്ള കാലഘട്ടമാണ്. 40 വയസ്സ് കഴിഞ്ഞവർക്ക് പൊതുവെ തടസ്സങ്ങൾ മാറി ഐശ്വര്യം ലഭിക്കും. ഈ കൂറുകാർ നവഗ്രഹ മോതിരം അണിയുന്നത് നല്ലതാണ്. ക്ഷേത്ര ദർശനം, സ്വദേശ വിദേശ യാത്ര, കൃഷി വഴി ആദായലബ്ധി എന്നിവയ്ക്കെല്ലാം അനുകൂല കാലമാണ്. മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് വിഷ്ണു ശിവക്ഷേത്ര ദർശനം, കുടുംബദേവതാ പ്രീതി, സർപ്പത്തിന് പ്രത്യേക പൂജകൾ എന്നിവ നടത്തുന്നത് നല്ലതാണ്. ഇനി ഇടവക്കൂറിൽ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പൊതുകാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അത് വിജയിപ്പിക്കാനും സാധിക്കും. ശത്രുക്കളിൽ നിന്നും മിത്രങ്ങളിൽ നിന്നും ആനുകൂല്യം പ്രതീക്ഷിക്കാം. ലാഭത്തിൽ ഭൂമി വാങ്ങാൻ അവസരം കാണുന്നുണ്ട്. വ്യാഴൻ അനുകൂലമാണ്. ചില കാര്യങ്ങളിൽ അത് പ്രതീക്ഷിക്കുന്നതിൻ്റെ ഇരട്ടി ഫലം ലഭിക്കുന്നതാണ്. കലാകായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ സമയദോഷം ഇല്ല. അധികാരം വർദ്ധിക്കും. ചിലർക്ക് സ്ഥാനചലനത്തിന് അവസരം ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്നും പൊതുവെ മധ്യമസുഖം ലഭിക്കും. കാർഷിക രംഗം, ഹോട്ടൽ രംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമയം ഗുണകരമാണ്. ആദരവും അംഗീകാരവും ലഭിക്കും. ഗൃഹസുഖം കൂടുതലായിട്ട് ലഭിക്കും. സ്ത്രീകൾക്കുള്ള ഉദരരോഗ സാധ്യതകൾ മാറിത്തുടങ്ങും. വായ്പ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ലഭിക്കും. സന്താനങ്ങൾക്ക് വിദേശവാസം കാണുന്നുണ്ട്. അവരെപ്പറ്റി ചിന്തിച്ച് വെറുതെ വിഷമിക്കരുത്. ഏകാന്തത അനുഭവിക്കാൻ സാധ്യത കാണുന്നു. ഗൃഹത്തിൽ മംഗളകർമ്മത്തിനുള്ള ചുറ്റുപാടുകൾ ഒരുങ്ങും. പിണങ്ങിപ്പോയവരോ അകന്നുപോയവരോ അടുക്കാൻ സാധ്യതയുണ്ട്. വാഹനത്തിൽ നിന്നും നേട്ടം ഉണ്ടാകും. എത്ര ശ്രമിച്ചാലും ചിലവ് നിയന്ത്രിക്കാൻ സാധിക്കില്ല. വിദേശ തൊഴിൽ ചെയ്യുന്നവർ പണം ഇടപാടിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. 50 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് സമയം അനുകൂലമാണ്. ദോഷപരിഹാരമായിട്ട് കുടുംബദേവതാ പ്രീതി നേടണം. വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നടത്തണം. ദേവിക്ക് ഐക്യഭാഗ്യ സൂക്തം, കൃഷ്ണന് പാൽപായസം, ധന്വന്തരമൂർത്തിക്ക് അർച്ചന വേണം. ഈ കൂറുകാർ പുഷ്യരാഗക്കല്ല് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി മിഥുനക്കൂറിൽ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം.
വരും ദിവസങ്ങളിൽ മനസ്സമാധാനം വർദ്ധിച്ചുകൊണ്ട് ഇരട്ട രാജയോഗം മിഥുനക്കൂറുകാർക്ക് ലഭിക്കും. മറ്റുള്ളവരുടെ കാര്യത്തിനു വേണ്ടി പണം ചിലവാക്കേണ്ടി വരും. അധികാരസ്ഥാനത്തുള്ളവർ ആജ്ഞാശക്തിയാൽ പല കാര്യങ്ങളും നേടിയെടുക്കും. സ്നേഹബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടും. രോഗം കുറഞ്ഞു വരും. നിസ്സാര കാര്യങ്ങൾക്കുള്ള ചിന്ത വർദ്ധിക്കും. ആത്മീയതയിൽ കൂടുതൽ ശ്രദ്ധിക്കും. വിരുന്ന്, സൽക്കാരം, ബന്ധുജന സന്ദർശനം, പ്രായമായവർക്കുള്ള അസ്ഥിരോഗങ്ങൾ കൊണ്ടുള്ള പ്രയാസങ്ങൾ, ബന്ധുക്കളിൽ നിന്ന് സാമാന്യ സുഖം, വീട്ടിൽ മംഗളകർമ്മത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കും. ഗൃഹം മോടികൂട്ടാൻ അവസരങ്ങൾ ഉണ്ടാകും. പഴയ വാഹനം നന്നാക്കൽ, വളർത്തുമൃഗങ്ങൾക്കുള്ള രോഗങ്ങൾ മാറിവരുന്ന സാഹചര്യം, പല്ല്, കണ്ണ് എന്നീ അവയവങ്ങൾക്ക് ഇടവിട്ട് അല്പാൽപ ബുദ്ധിമുട്ടുകൾ എന്നിവ അനുഭവിക്കേണ്ടി വരും. സർക്കാർ സംബന്ധമായ ചില ദുരിതങ്ങൾ വിട്ടൊഴിയും. മേലുദ്യോഗസ്ഥരിൽ നിന്നും നല്ല സഹകരണം ഇവർക്ക് ലഭിക്കും. ചില ആളുകൾ ഇടയിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾക്ക് പണം മുടക്കൽ സംബന്ധിയായ കാര്യങ്ങൾ, അതായത് പണം കൊടുക്കൽ എന്നിവ ശ്രദ്ധാപൂർവം നടത്തണം. അല്ലാത്ത പക്ഷം അത് ശത്രുതയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. മിഥുനക്കൂറുകാർ ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് പാൽപായസം, ഗുരുവായൂർ ദർശനം, ശിവന് ജലധാര, ആയില്യപൂജ എന്നിവ നടത്തുക. മരതകക്കല്ല് ധരിക്കുന്നത് പൊതുവെ മിഥുനക്കൂറുകാർക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും. ഇനി കർക്കിടകക്കൂറിൽ പിറന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഭാര്യാഭർത്തൃ സൗഖ്യം, ശാരീരിക മാനസിക ഉല്ലാസം, ഔദ്യോഗിക രംഗത്ത് ശോഭിക്കുന്ന സമയമാണ്. മാതാവിൽ കുടുംബത്തിൽ നിന്നും പിരിഞ്ഞ് കഴിയേണ്ടതായിട്ട് വരും. ജോലി നേടാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സമയം ഉത്തമമാണ്. കാർഷിക ആദായം കൂടും. യന്ത്രം, ഇരുമ്പ്, ഉരുക്ക് എന്നിവ കൈകാര്യം ചെയ്യുന്നവർക്ക് സാമ്പത്തിക ഉയർച്ച. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആനുകൂല്യം ലഭിക്കും. സർക്കാർ ഉദ്യോഗം കിട്ടാൻ സാധ്യതകളുണ്ട്. മാംസ ആഹാരത്തിൽ പ്രിയം വർദ്ധിക്കും. സന്താന സൗഭാഗ്യം പ്രതീക്ഷിക്കുന്ന യുവമിഥുനങ്ങളുടെ ആഗ്രഹം സാധിക്കും. യാത്രാസുഖം ഉണ്ടാകും. സാമൂഹിക സംഘടനകളുമായിട്ട് ബന്ധം പുലർത്തും. ഗൃഹം, ഭൂമി എന്നിവ കിട്ടാൻ യോഗമുണ്ട്. നിലവിൽ കേസുള്ളവർക്ക് സാഹചര്യം അനുകൂലമാണ്. വിരോധത്തിൽ കഴിഞ്ഞവർ അടുക്കും. ദൈവാനുഗ്രഹം കൊണ്ട് തൊടുന്നതെല്ലാം വിജയിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത്. സംസാരത്തിലൂടെ മറ്റുള്ളവരെ വശപ്പെടുത്തും. സംഗീതം, സാഹിത്യരചന, ഗണിതം, നൃത്തം, നാട്യം എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസത്തിൽ പൂർണ്ണ വിജയം നേടും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടാകും. ദോഷപരിഹാരമായിട്ട് സർപ്പപ്രീതി നേടണം. ശനിയുടെ അഷ്ടമസ്ഥാന ദോഷം മാറാൻ ശാസ്താവിന് നീരാജനം നടത്തുക. കേതു ദോഷത്തിന് ഗണപതിക്ക് ഹോമം, തേങ്ങ ഉടയ്ക്കൽ എന്നിവ നടത്തുക. ഇനി ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിലിൽ ഏറ്റവും കൂടുതൽ ഉന്നതി ലഭിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത്. മേലുദ്യോഗസ്ഥരുടെയും ബന്ധുക്കളുടെയും സഹായം, പല പ്രകാരത്തിലുള്ള ഐശ്വര്യം, ആഭരണം, വസ്ത്രം എന്നിവ ലഭിക്കുന്ന ദിവസങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും സമർത്ഥമായിട്ടും ബുദ്ധിപരമായിട്ടും കൈകാര്യം ചെയ്യാൻ ദൈവ അനുഗ്രഹം ഉണ്ടാകും. വിദേശത്ത് കമ്പനി, വ്യവസായം എന്നിവ നടത്തുന്നവർ ധനം മുടക്കി തൊഴിൽ പുഷ്ടിപ്പെടുത്തുന്ന സമയമാണ് വരുന്നത്. സഹോദരങ്ങൾക്കും നല്ല സമയമാണ്. ബന്ധുക്കളാൽ നിന്ദിക്കപ്പെട്ടവർക്ക് ആ അവസ്ഥയിൽ നിന്നും മോചനം പ്രതീക്ഷിക്കാം. വരും സമയങ്ങളിൽ മാംസ ആഹാരത്തിൽ പ്രിയം വർദ്ധിക്കും. വാദസംബന്ധമായ അസുഖങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും. മംഗളകർമ്മങ്ങൾ നടത്തുവാൻ സാധ്യത ഏറെ കൂടി വരികയാണ്. കുടുംബത്തിലൊരു വിവാഹയോഗവും ഈ സമയത്ത് കാണുന്നുണ്ട്. സുഹൃത്ത് ബന്ധം പുഷ്ടിപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. സർക്കാരിൽ നിന്നും ചില അപ്രതീക്ഷിത സമ്മാനങ്ങളോ അനുമോദനങ്ങളോ ജൂൺ മാസത്തിൽ തേടിവരും. നിക്ഷേപം വഴി ധനാഗമം അനുഭവിക്കാൻ യോഗമുണ്ട്. അവ ലഭിക്കാനുള്ള ഭാഗ്യവും അനുകൂല അവസ്ഥയും കാണപ്പെടുന്നു. പൊതുവെ ദേഷ്യ സ്വഭാവം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കുറഞ്ഞിരിക്കും.
ഭക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. എല്ലാത്തിനും ദൈവാധീനത്താൽ മാറ്റം കണ്ടു തുടങ്ങും. ഇവർ ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ദർശനം, സർപ്പദേവതകൾക്ക് വഴിപാടുകൾ എന്നിവ നടത്തണം. ഗുരുവായൂർ ദർശനം, മണ്ണാറശാല ദർശനം എന്നിവയും ചിങ്ങക്കൂറുകാർക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും.